ഹായ് ഫ്രണ്ട്സ്, ഡിസൈൻ ഓഫ് മെഷീൻ എലിമെൻറ്റ്സ് വണ്ണിൻ്റെ മറ്റൊരു ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് ലെക്ചറിൽ നമ്മൾ ഡിസൈൻ ഓഫ് ബോർഡ്സ് അണ്ടർ സ്റ്റാറ്റിക് ലോഡിങ്ങിനെ കുറിച്ച് തിയറി കൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ പ്രൊസീജിയേഴ്സ്, വേരിയസ് ഇക്വേഷൻസ്, ഓരോ പാരാമീറ്റേഴ്സും എങ്ങനെ ചൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ലൈറ്റായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോ ലെക്ചേഴ്സിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിസംബർ 2019 KTയിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 10 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദ സിലിണ്ടർ ഹെഡ് ഈസ് ഫാസ്റ്റൻ ടു ദ സിലിണ്ടർ ഓഫ് എ കംപ്രസർ ബൈ യൂസിങ് 6 bolts, steel C20 of M20 size. The maximum fluid pressure is 3.2 megapascal. The cylinder diameter is 70 mm. A soft copper gasket is used. Assume the initial tension required in each bolt as 40 kilonewton. Determine the factor of safety. അപ്പോൾ ഇവിടെ നമ്മളോട് ഫാക്ടർ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ എപ്പോഴും ഡിറ്റർമിൻ സൈസ് ഓഫ് ദി ബോൾട്ട് എന്നൊക്കെ പറഞ്ഞാണ് സാധാരണ ക്വസ്റ്റ്യൻ വരുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റിനെ നമ്മൾ സാധാരണ രീതിയിൽ സ്മാൾ ലെറ്റർ N വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഇതിനകത്ത് 6 നമ്പർ ഓഫ് ബോൾട്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ലെക്ചറിലൊക്കെ നമ്മൾ നമ്പർ ഓഫ് ബോൾട്ട്സ് എന്നുള്ളതിനെ നമ്മൾ പ്രത്യേകിച്ച് നൊട്ടേഷൻ ഒന്നും പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് നമ്മളിവിടെ പറയുകയാണ് നമ്പർ ഓഫ് ബോൾട്ട്സ് എന്നുള്ളത് ഞാൻ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ സ്മാൾ ലെറ്റർ I വെച്ചിട്ട്. സോ സ്മാൾ ലെറ്റർ I മീൻസ് എത്രയാണ്? 6 ബോൾട്ടുകളുണ്ട്. ഈ ഓരോ ബോൾട്ടുകളും ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ അവിടെ ഒരു തന്നിട്ടുണ്ട്. മെറ്റീരിയൽ എന്ന് പറയുന്നത് ഏതാണ്? നമുക്ക് തന്നിരിക്കുന്നത് C20 സ്റ്റീൽ C20 ആണ്. സ്റ്റീൽ C20. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ മെൻഷൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈ മെറ്റീരിയലിൽ നമുക്കറിയാം ഇതെന്ത് മെറ്റീരിയലാണ്? ഡക്റ്റൈൽ മെറ്റീരിയലാണ്. അപ്പോൾ ഡക്റ്റൈൽ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രോപ്പർട്ടി വാല്യൂ നമുക്ക് വേണം. അപ്പോൾ നമ്മൾ ടേബിൾ I.8 പേജ് 463 പോവുക. അതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീൽ C20യുടെ ഈൽഡ് സ്ട്രെസ് വാല്യൂ സിഗ്മ Y വാല്യൂ നമുക്ക് ടേബിളിൽ നിന്ന് എടുക്കാൻ പറ്റും. ടേബിളിൽ നിന്ന് നമുക്ക് വാല്യൂ കിട്ടുന്നത് 245 Nm/mm² എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എന്താ ബോൾട്ടിൻ്റെ സൈസ് പറഞ്ഞിരിക്കുന്നത് M20. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ലെക്ചറിൽ നമ്മൾ പറഞ്ഞത് M20 എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ആ 20 നമുക്ക് കാണിക്കുന്നത് എപ്പോഴും എന്താണ്? അതിൻ്റെ ഡയമീറ്റർ. എന്ത് ഡയമീറ്റർ? അതിൻ്റെ കോർ ഡയമീറ്ററാണ് നമ്മൾ കോർ ഡയമീറ്റർ മീൻസ് കോർ ഡയമീറ്റർ അല്ല. കോർ ഡയമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? D1 ആണ്. നമ്മളെ M20 എന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ ചെയ്യുന്നത് അതിൻ്റെ ബേസിക് ഡയമീറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം? മേജർ ഡയമീറ്റർ ആയിട്ടും റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പം നമ്മൾ മേജർ ഡയമീറ്റർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്മാൾ d വെച്ചിട്ടാണ്. അപ്പോൾ സ്മാൾ d എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ്? 20 mm എന്ന് തന്നിരിക്കുന്നു. ദെൻ ഇവിടെ നമുക്ക് പ്രഷർ തന്നിട്ടുണ്ട്. ഫ്ലൂയിഡിൻ്റെ പ്രഷർ സ്മാൾ ലെറ്റർ P നമുക്ക് തന്നിരിക്കുന്നു. 3.2 MPa എന്ന് തന്നിരിക്കുന്നു. ഇനി ഈ പ്രഷർ ഒരു സിലിണ്ടറിനകത്താണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സിലിണ്ടറിൻ്റെ ഡയമീറ്റർ ക്യാപിറ്റൽ D തന്നിരിക്കുന്നത് എത്രയാണ്? 70 mm. അപ്പോൾ നമുക്കറിയാം ഫ്ലൂയിഡ് ഉണ്ട്. അപ്പോൾ ആ ഫ്ലൂയിഡ് പ്രഷറാണ് നമുക്ക് എന്തായിട്ട് എക്സ്റ്റേണൽ ലോഡായിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടുത്തെ എക്സ്റ്റേണൽ ലോഡ്, അപ്പോൾ ഈ 2 പാരാമീറ്റേഴ്സും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടുത്തെ എന്ത് കണ്ടുപിടിക്കാം? എക്സ്റ്റേണൽ ലോഡ്, ടോട്ടൽ എക്സ്റ്റേണൽ ലോഡ് FA' കണ്ടുപിടിക്കാം. സോ FA' എന്ന് എഴുതാൻ കാര്യം നമ്മൾ FA എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ദ എക്സ്റ്റേണൽ ലോഡ് അപ്ലൈഡ് ടു എ സിംഗിൾ ബോൾട്ടാണ്. ഇവിടെ നമുക്ക് 6 ബോൾട്ടുകളാണുള്ളത്. 6 ബോൾട്ടും കൂടാണ് ഈ പ്രഷറിനെ ബിയർ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് ടോട്ടൽ എക്സ്റ്റേണൽ ലോഡ് FA' ഈസ് ഈക്വൽ ടു, അപ്പോൾ എനിക്ക് എഴുതാം പ്രഷർ ഇൻറ്റു ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് സിലിണ്ടർ. അപ്പോൾ നമുക്കറിയാം നമ്മൾ പണ്ട് പഠിക്കുന്ന ഇക്വേഷൻ, ഇതൊന്നും നമുക്ക് ഡേറ്റാ ബുക്കിൻ്റെ ആവശ്യമില്ല. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ. അപ്പം ഫോഴ്സ് എന്ന് പറഞ്ഞതായിരിക്കും പ്രഷർ ഇൻറ്റു ഏരിയ ആയിരിക്കും. സോ പ്രഷർ 3.2 MPa എന്ന് പറഞ്ഞാൽ Nm/mm². അതുകൊണ്ട് യൂണിറ്റ് കൺവേർഷൻ ആവശ്യമില്ല. ഇൻറ്റു π/4 ഇൻറ്റു ഡയമീറ്ററും 70 mm ആണ്. അപ്പോൾ യൂണിറ്റ് കൺവേർഷൻ്റെ ആവശ്യമില്ല. സോ ഇൻറ്റു 70². സോ നമുക്ക് ആൻസർ കിട്ടുന്നത് 12.315 ഇൻറ്റു 10⁻³ N എന്ന് നമുക്ക് ടോട്ടൽ എന്ത് കിട്ടും? എക്സ്റ്റേണൽ ലോഡ് എത്രയാണെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എക്സ്റ്റേണൽ ലോഡ് ഓൺ ഈച്ച് ബോൾട്ട് FA എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? F'
ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഈച്ച് ബോൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ബോൾട്ട്. 6 ബോൾട്ടിലൂടെ ഇത്രയും ലോഡ് ഉണ്ടെങ്കിൽ ഒരു ബോൾട്ടിലെ ലോഡ് എന്ന് പറഞ്ഞാൽ ഇതേ ഡിവൈഡഡ് ബൈ എത്ര ആയിരിക്കും? 6 ആയിരിക്കും. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് കിട്ടുന്നത് 2052.51 ന്യൂട്ടൺ എന്നും കിട്ടും. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ, അപ്പോൾ നമ്മൾ സിലിണ്ടർ ഡയമീറ്ററും പ്രഷറും യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വി ആർ യൂസിങ് എ സോഫ്റ്റ് കോപ്പർ ഗാസ്കറ്റ് യൂസ് ചെയ്യുന്നത്. സോഫ്റ്റ് കോപ്പർ ഗാസ്കറ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. സോഫ്റ്റ് കോപ്പർ ഗാസ്കറ്റ് യൂസ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം ഗാസ്കറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് അതിന് എന്ത് കണ്ടുപിടിക്കണം? സ്റ്റിഫ്നെസ് വാല്യൂ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ സ്റ്റിഫ്നെസ് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കതിൻ്റെ ഒരു ടേബിൾ നമുക്ക് ഡേറ്റാ ബുക്കിലുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പേജ് 136 പോവുക. 136 ടേബിൾ 9.1 നോക്കുക. 9.1 നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഫ്റ്റ് കോപ്പർ ഗാസ്കറ്റ് വിത്ത് ലോങ് ത്രൂ ബോൾട്ട്സ് എന്നൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അതിൻ്റെ കെ വാല്യൂ നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത്? 0.5. അപ്പോൾ നമ്മൾ ഈ ഇവിടെ സോഫ്റ്റ് കോപ്പർ ഗാസ്കറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ആ ടേം തന്നെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളുടെ കെ വാല്യൂ എത്രയാണ്? 0.5 ആണ്. അപ്പോൾ നമ്മൾ എഴുതി സോഫ്റ്റ് കോപ്പർ ഗാസ്കറ്റ് K is equal to 0.5 ഫ്രം ഏത് ടേബിളാണ്? ഫ്രം ബ്രാക്കറ്റിൽ എഴുതുക, ഫ്രം ടേബിൾ 9.1 പേജ് നമ്പർ 136. അപ്പോൾ നമുക്ക് കെ വാല്യൂ, അപ്പം നമ്മൾ അടുത്ത പാരാമീറ്ററും യൂസ് ചെയ്ത് തരും. ദെൻ അവർ പറയുന്നത് അസ്യൂം ദ ഇനിഷ്യൽ ടെൻഷൻ അവർ ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. ഇനിഷ്യൽ ടെൻഷൻ അതും ശ്രദ്ധിച്ചോണം. ഓൺ ഈച്ച് ബോൾ ഓർ ഇൻ ഈച്ച് ബോൾട്ട് എന്ന് പറഞ്ഞാൽ ഓരോ ബോൾട്ടിലും എന്നാണ് പറയുന്നത്. ടോട്ടൽ ഇനിഷ്യൽ ടെൻഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നേനെ? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വന്നേനെ. പക്ഷേ ഇവിടെ ഇനിഷ്യൽ ടെൻഷൻ ഇൻ ഈച്ച് ബോൾട്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് FI എന്ന് തന്നെ ഡയറക്റ്റ് എഴുതാം. സോ ആ വാല്യൂ നമുക്ക് വരുന്നത് 40 × 10⁻³ ന്യൂട്ടൺ. അപ്പോൾ നോക്കിയാൽ ഇപ്പോൾ നമുക്ക് FI വാല്യൂ ഉണ്ട്, K ഉണ്ട്, അതുപോലെ F ഉണ്ട്. അപ്പോൾ ഈ വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് എൻ്റെ നട്ടിലുള്ള ടോട്ടൽ അല്ലെങ്കിൽ ബോൾട്ടിലുള്ള ടോട്ടൽ റിസൾട്ടൻ്റ് ലോഡ് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയായിരുന്നു? നമ്മൾ നേരെ പേജ് നമ്പർ 128 പോകും. പേജ് 128 ഇക്വേഷൻ 9.2 നോക്കുക. F is equal to എന്താണ്? KFA + FI. ആ ഇക്വേഷൻ അങ്ങോട്ട് എഴുതി നമ്മൾ എന്ത് ചെയ്യും? അതിലെ റിസൾട്ടൻ്റ് ലോഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കും. Therefore റിസൾട്ടൻ്റ് ലോഡ് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കും. സോ റിസൾട്ടൻ്റ് ലോഡ് F എന്ന് പറയുന്നത് നമ്മൾ എഴുതി KFA + FI. നമ്മൾ ബ്രാക്കറ്റിൽ എഴുതി ഇക്വേഷൻ 9.2a പേജ് നമ്പർ 128. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ വാല്യൂ ഉണ്ട്. അപ്പം K എത്രയാണ്? 0.5. 0.5 × 2052.51 പ്ലസ് FI എത്രയാണ്? 40 × 10⁻³ അത് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടുന്നത്, സോ F വാല്യൂ ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 41,026.255 ന്യൂട്ടൺ. നിങ്ങൾ ന്യൂമറിക്കൽസ് ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഡിസ്ക്രിപ്ഷനിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് റിസൾട്ടൻ്റ് ലോഡായി കഴിഞ്ഞു. നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറയുന്നത് എന്താണ്? ഫാക്ടർ ഓഫ് സേഫ്റ്റിയാണ്. അപ്പോൾ നമ്മൾ ബേസിക്കലി ആലോചിക്കുക, നമുക്കപ്പോൾ ഒരു എക്സ്റ്റേണൽ ലോഡിങ്ങും ഒരു ഇനീഷ്യൽ ലോഡിങ്ങും കാരണം ഇതിലുണ്ടാകുന്ന റിസൾട്ടൻ്റ് ലോഡ് കിട്ടി. അപ്പോൾ റിസൾട്ടൻ്റ് ലോഡ് നമുക്ക് കിട്ടിയെങ്കിൽ ഒബ്വിയസ്ലി ഈ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കൊരു സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും അല്ലേ? അപ്പോൾ ആ സ്ട്രെസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? റിസൾട്ടൻ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സിഗ്മ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ടോട്ടൽ റിസൾട്ടൻ്റ് ലോഡ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ. അപ്പോൾ നമുക്ക് ഏരിയ വേണം. ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കിവിടെ ബോൾട്ടിൻ്റെ എന്താണ് തന്നിരിക്കുന്നത്? സൈസ് തന്നിട്ടുണ്ട്. അപ്പോൾ സൈസ് തന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടെൻസൈൽ സ്ട്രെസ് ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് ടേബിൾ തന്നെ ഉണ്ട്. നമ്മൾ പ്രത്യേകിച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ ആ ടേബിളിലേക്ക് പോവുക. പേജ് 141 നമ്മളുടെ ഈ സൈസിൻ്റെ M40 M20 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സൈസുള്ള ബോൾട്ടുകളുടെ ഡയമെൻഷൻസ് കൊടുത്തിരും. അപ്പം പേജ് നമ്പർ 140 പോയി കഴിഞ്ഞാൽ ബേസിക് ഡയമെൻഷൻസ് കിട്ടും. അതിൽ ലാസ്റ്റ് കോളം എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ടെൻസൈൽ സ്ട്രെസ് ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ബേസിക് ഡയമീറ്റർ എത്രയാണ്? ഇവിടെ 20 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പേജ് 141 പോയി 20, ഫസ്റ്റ് കോളം 20 ആവുന്ന എവിടെയാണ്? ഇവിടെ 20 ആയിട്ടുണ്ട്. അപ്പോൾ ആ 20ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ നോക്കുക. ബേസിക് ഡയമീറ്റർ 20 ആവുന്ന അല്ലെങ്കിൽ മേജർ ഡയമീറ്റർ 20 ആവുന്ന കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ നോക്കുക. നമുക്ക് എത്രയാണ് വരുന്നത്? 9ാമത്തെ കോളമാണ് ടെൻസൈൽ സ്ട്രെങ്ത് ടെൻസൈൽ ഏരിയ വരുന്നത്. A ഈക്വൽ ടു അപ്പോൾ എത്രയാണ്? 245 എന്ന് കിട്ടും.
എ ഈക്വൽ ടു 240. അപ്പം നമ്മുടെ ബേസിക് ഡയമീറ്റർ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ടെൻസൈൽ ഏരിയ നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്തു. ടെൻസൈൽ ഏരിയ ടേബിളിൽ നിന്നും ഡയറക്റ്റ് അങ്ങ് എടുക്കുകയാണ്. എത്രയാണ്? 245. അപ്പോൾ നമ്മളവിടെ താഴെ എഴുതി എന്താണ്, ഫ്രം ടേബിൾ 9.8 പേജ് 141 ഫോർ M20 ബോൾട്ട് A is equal to അല്ലെങ്കിൽ A1 is equal to എത്ര എന്ന് എഴുതാം? 245. അവിടെ mm²ലാണ് യൂണിറ്റ് ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ therefore അപ്പം എന്ത് കണ്ടുപിടിക്കാം? സിഗ്മ കണ്ടുപിടിക്കാം. എത്രയാണ്? എഫ് വാല്യൂ 410.26.255 ഡിവൈഡഡ് ബൈ ഏരിയ എത്രയാണ്? 245 ആണ്. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ വരുന്നത് അറൗണ്ട് 167.45 Nm² എന്ന് വരും. ഇപ്പം എക്സ്റ്റേണൽ ലോഡിങ്ങും ഇനിഷ്യൽ ലോഡിങ്ങും കാരണം ഇവിടെ ഉണ്ടാകുന്ന റിസൾട്ടൻ്റ് സ്ട്രെസ് വാല്യൂ ഇത്രയാണ്. ഇതുണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ഏതായിരുന്നു? സ്റ്റീൽ C20 ആയിരുന്നു. അപ്പോൾ ഈ സ്റ്റീൽ C20ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈൽഡ് സ്ട്രെങ്ത് എത്ര? ഇത്രയേ ഉള്ളൂ. ഇതാണ് അപ്പോൾ അതിൽ ഉള്ള ഡെവലപ്പ് ചെയ്യുന്ന ഡിസൈൻ സ്ട്രെസ് അല്ലെങ്കിൽ വർക്കിംഗ് സ്ട്രെസ്. അപ്പോൾ വർക്കിംഗ് സ്ട്രെസ്സും ഈൽഡ് സ്ട്രെസ്സും അറിയാമെന്ന് നമുക്ക് ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ ബൈ ഡെഫിനേഷൻ ഓഫ് ഫാക്ടർ ഓഫ് സേഫ്റ്റി N എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഈൽഡ് സ്ട്രെസ് എ ബൈ വർക്കിംഗ് സ്ട്രെസ്. ഈൽഡ് സ്ട്രെസ് എ ബൈ വർക്കിംഗ് സ്ട്രെസ്. ഈൽഡ് സ്ട്രെസ് എത്രയാണ്? 245 divided by 167.45. So the answer is around 1.46. അപ്പോൾ ഇതായിരിക്കും ഇവിടുത്തെ എന്തെന്ന് പറയുന്നത് ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. ഇത്രയും ചെയ്യുന്നതിനാണ് നമുക്ക് 10 മാർക്കുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലം ആയിരുന്നു. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് കൺഫ്യൂഷൻസ് ഒന്നുമില്ല. പിന്നെ നമുക്ക് ചില പ്രോബ്ലം ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് പല പാരാമീറ്റേഴ്സും നമുക്ക് എവിടെ നിന്നൊക്കെ ഫെച്ച് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു ലെക്ചറിൽ നമ്മൾ മറ്റൊരു പ്രോബ്ലം ആയിട്ട് കാണുന്നതായിരിക്കും. താങ്ക് യു ആൾ.